മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കർണാടക സർക്കാർ കന്നഡിഗർക്ക് വളരെ മികച്ചൊരു പുതുവർഷ സമ്മാനം നൽകിയിരിക്കുകയാണ്. ബസ് ചാർജ് ഇനത്തിൽ 15% നിരക്ക് വർധന. എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു ജനദ്രോഹ തീരുമാനം സർക്കാർ എടുത്തത്? ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ നമ്മൾ ചെന്നെത്തുക കർണാടക സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ശക്തി പദ്ധതിയിലാണ്. കർണാടക സർക്കാരിന്റെ ഗതാഗത വകുപ്പിന് കീഴിൽ 4 ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളാണ് ഉള്ളത്. അതായത് ശക്തി പദ്ധതി നടപ്പിലാക്കാൻ പ്രതിമാസം ഇവർക്ക് 417 കോടി രൂപ സർക്കാർ നൽകണം. ഏകദേശം 100 കോടിയോളം രൂപ ഓരോ കോർപ്പറേഷനും നൽകണമെന്നർത്ഥം. ഇതാണ് വൻ സാമ്പത്തിക ബാധ്യത ಸರ್ಕಾರನುಂಟಾಕಿയത്. ಒಂದು ಮ್ಯಾಕ್ಸಿಮಮ್ ಅಂದರೆ 20 ರೂಪಾಯಿ ಇರುತ್ತೆ ಯಲಹಂಕ ಹೋಗೋಕ್ಕೆ. ಆದರೆ ಹುಡುಗಿಯರಿಗೆ ಬಂದುಬಿಟ್ಟು ನಮಗೆ ತುಂಬ ಕಷ್ಟ ಆಗಿಬಿಟ್ಟಿದೆ. ഇത്രയും സാമ്പത്തിക ബാധ്യത വന്നതോടെ ജീവനക്കാർക്കുള്ള ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ പ്രശ്നത്തിലാണ്. ഇതൊക്കെ കൊടുക്കാനായി 2000 കോടി രൂപയുടെ കടം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർണാടക സർക്കാർ. അധികാരം പിടിക്കാനും നിലനിർത്താനും രാഷ്ട്രീയ ഗിമിക്ക് കാണിച്ച കോൺഗ്രസ് കന്നഡിഗരെ പിഴിഞ്ഞൂറ്റുകയാണെന്നാണ് BJPയുടെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ച് പ്രതിഷേധ സമര പരിപാടി കോൺഗ്രസ് സർക്കാരിനെതിരെ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. BJP എന്തൊക്കെ പറഞ്ഞാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം 7.84 കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഈ നിരക്ക് വർധന. വരവറിയാതെ ചെലവ് നടത്തിയതാണ് കർണാടക സർക്കാരിന് വിനയായത്. സൗജന്യങ്ങൾ എന്നായാലും നമുക്കൊരു ബാധ്യതയാകുമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ സംഭവം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.